പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർന്ന് തമ്മിലുള്ള അന്തരം 7 രൂപയിൽ താഴെയായി. ഡീസൽ വില കൂടുന്നത് കേരളീയരുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തമിഴ്നാട് മുതൽ മഹാരാഷ്ട്രയിൽ നിന്ന് വരെ ലോറിയിലാണ് നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ കമ്പോളത്തിലെത്തുന്നത്. ഇന്ധനവില കൂടുന്നതിനാൽ ചരക്ക് കടത്തിന്റെ ചെലവേറും. വരും ദിവസങ്ങളിലെത്തുന്ന ചരക്ക് ലോഡുകളിലാകും ഇന്ധനവിലക്കയറ്റം പ്രതിഫലിക്കുക. ഉൽപാദകർ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുന്നതോടെ വിൽപ്പന വില കൂട്ടേണ്ടി വരുമെന്ന് വ്യാപാരികളും വ്യക്തമാക്കി. ഇന്ന് ഡീസൽ അടിക്കുന്ന ഒരാൾ നാളെ ഡീസൽ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ വില അവർ കൂട്ടും. ഇത് ഒരു 4 ദിവസം കഴിഞ്ഞാണ് ഈ സാധനം നമുക്ക് വരുന്നത്. അപ്പോൾ അടുത്ത സാധനം ലോഡ് ഞങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് അതിന് പഴയതിനേക്കാളും കൂടുതലാണെങ്കിൽ ഞങ്ങൾക്കും അത് കൂട്ടിയേ നിവർത്തിയുള്ളൂ, വേറെ മാർഗ്ഗമില്ല. പയർ, ഉഴുന്ന്, പരിപ്പ്, കടല തുടങ്ങിയ പയർവർഗ്ഗങ്ങൾക്കും അരിക്കും വില കൂടും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ധാന്യങ്ങൾക്ക് വില കുറവാണ്. ഇന്ധന വിലക്കയറ്റത്തിന്റെ മറവിൽ ഇവയുടെ വില ഉയർത്തി തുടങ്ങും. അതിനായി പുഴുത്തുവയ്പ്പിനും സാധ്യതയുണ്ട്. പൊതുവിപണിയിൽ ഇടപെടുന്നതിന് സപ്ലൈകോയ്ക്ക് 50 കോടി രൂപ നൽകാൻ ധനവകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. വിലക്കയറ്റം ഭീഷണിയായി നിൽക്കുമ്പോൾ ഇത് തൽക്കാലം ആശ്വാസമാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.